അപ്പൊ എന്റെ സാരിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അപ്പുറത്തെ കൊച്ചു ഓടി വന്ന് എന്നെ പിടിച്ച്. എന്റെ പൊന്നെ ചേട്ടാ, വേറെ ഒരു മാർഗം ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഈ മാർഗം അങ്ങ് സ്വീകരിക്കുക. ഇവിടെ ഇതുങ്ങളില്ലായിരുന്ന ഞങ്ങളെ എല്ലാം കൊന്നേനെ. കമ്പുണ്ടെങ്കിലേ രക്ഷയുള്ളൂ. എന്റെ പൊന്നെ ചേട്ടാ, വേറെ ഒരു മാർഗം ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഈ മാർഗം അങ്ങ് സ്വീകരിക്കുക. ഇവിടെ ഒരു രാവിലെ ഒന്ന് എണ്ണിച്ച് നടക്കാനും പറ്റത്തില്ല, എടുക്കാനും പറ്റത്തില്ല. ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ജീവിതം വഴിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. ഓടിച്ചിട്ട് പട്ടി കടിക്കുന്നത്. രാവിലെ പോലെ കടിയേറ്റിട്ടുമുണ്ട്. ഒരുപാട് പേർക്ക് കടിയേറ്റ്. ഇതിപ്പോ ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങളിതിങ്ങനെ ചെയ്യുന്നതാണ്. ഒരു ഓപ്ഷനും ഇല്ല. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടല്ലോ. ഞങ്ങളിവിടെ പഞ്ചായത്തിലൊക്കെ പോയി ഇവിടെ എല്ലാവരും കൂടെ പോയി ഇതൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കീച്ചേരിയിലെ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് ഇറങ്ങിയതാണ്. ഇവിടുന്ന് ഇതിനെ ഒന്നുമില്ലെങ്കിലും നമ്മളെ കട്ടിയടിക്കാൻ കൈ കമ്പെടുത്തിട്ടൊന്ന് വീശുമെങ്കിലും ഒന്ന് ഇതാക്കാമല്ലോ. അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വഴി ഞങ്ങൾ സ്വീകരിച്ചേക്കുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കയറി പോകുന്ന വഴിയാണ്. നമ്മൾ സ്കൂൾ കുട്ടികളും ഒക്കെ ഇതുവഴി പോകുന്നതാണ്. ഇപ്പോൾ പ്രായമായവരും ഒക്കെ നമുക്ക് ഇച്ചിരി ഇത് ആരോഗ്യമുള്ളവരാണെങ്കിൽ ഓടി ഇതാക്കുക എന്ന് പറയും. ഇത് കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമായവരാണെങ്കിലും എങ്ങനെ ഇതാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 2-3 പേരെ ഇവിടെ പട്ടി വളരെ ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മാർഗം. കടികിട്ടിയ ആൾക്കാരൊക്കെ ആവശ്യം പോലെ ഉണ്ട്. 1-2 കുട്ടികളെ വരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതാണ് രാവിലെ ഞാൻ ക്ഷേത്രത്തിൽ പോയതാ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഒരു പട്ടി ഇവിടുന്ന് അങ്ങോട്ട് ചാടി. അപ്പൊ ഞാൻ കാര്യമാക്കില്ല. ഇവിടൊക്കെ എപ്പോഴും കിടക്കുന്ന പട്ടികളായെന്നും പറഞ്ഞ് വിഷയമൊന്നുമില്ലെന്നും പറഞ്ഞ് ഞാനിങ്ങനെ നടന്നു വേണ്ട ആ വീടിന്റെ വാതിലിൽ ചെന്നപ്പോ പുറകെ കൂടെ വന്ന് കടിക്കുമായിരുന്നു. അപ്പൊ കടിച്ച് ഞാൻ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു പട്ടിയെ. അപ്പൊ എന്റെ സാരിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അപ്പുറത്തെ കൊച്ചു ഓടി വന്ന് എന്നെ പിടിച്ച്. അയ്യോ എന്തുവാ ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വന്ന് എന്നെ പിടിച്ച്. അപ്പോഴത്തെ പട്ടി ഓടിക്കളഞ്ഞു. അല്ലെങ്കിൽ അതെന്നെ കടിച്ച് അന്നേരം അവിടെ ഇട്ട് എല്ലാം ശരിയാക്കിയെന്നെ. ഇവിടെ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റത്തില്ല. പട്ടിയുടെ ശല്യമാണ്. ഓടിച്ചിട്ട് കടിക്കുകയാണ്. കമ്പുണ്ടെങ്കിലേ രക്ഷയുള്ളൂ. കമ്പ് കൊണ്ടാണ് യാത്ര മൊത്തം. കമ്പ് ഞങ്ങൾ അക്കരെ കൊണ്ടുവെക്കും. തിരിച്ചു വരുമ്പോ തിരിച്ചെടുത്തോണ്ട് വരും. ഇതിലേ നടക്കാൻ പറ്റത്തില്ല പട്ടിയുടെ ശല്യം കൊണ്ട്. അതുകൊണ്ടല്ലേ ഇത്ര ഞങ്ങൾ ഇവിടെ ഒപ്പിച്ച ഈ പിള്ളേരെല്ലാം കൂടെ. ഇതുങ്ങളില്ലായിരുന്ന ഈ പട്ടി ഞങ്ങളെ എല്ലാം കൊന്നേനെ. അന്ന് രാത്രിയിലാ ഈ പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങി ഇതിവിടെ ഇത്രയും ചെയ്ത് വെച്ചത്. ചേട്ടാ ഞങ്ങൾ ഏതാണ്ട് ഇവിടെയാണ് അക്കരെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെയാണ് വെക്കുന്നത് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ്. അപ്പുറത്ത് മെയിൻ റോഡാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഇവിടെ വെക്കും. ഇവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പോവും. ഇത് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇതേ ഉള്ളു മാർഗം. അതുകൊണ്ട് മാത്രമാണ് ഇത് അധികാരി കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഈ പ്രദേശവാസികൾ താഴ്മയായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഇത് ഞങ്ങളുടെ ചെറിയൊരു പ്രതിഷേധം മാത്രമാണ്. ഇതിൻ്റെ അകത്ത് വേറെ ആരെയും ഇതാക്കാനോ ഒന്നുമല്ല. ഇത് ഞങ്ങളുടെ ചെറിയൊരു പ്രതിഷേധം മാത്രമാണ്. ഇത് കാണുന്നവർ അധികാരികൾ ഇതിൻ്റെ ഒരു നടപടി സ്വീകരിക്കണം. ഞങ്ങളുടെ ഇനിയും പട്ടി കടി കൊടുക്കാൻ ആൾക്കാരില്ല. ഞങ്ങളെ കൊണ്ട് ഇനി പറ്റത്തില്ല. അതുകൊണ്ട് ഈ കണ്ടിരിക്കുന്ന മേൽ അധികാരികൾ ഇതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിരിക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇത് പ്രചരിപ്പിക്കുന്നത്. പ്രതിഷേധമല്ല, ഒരു സൂചന എന്ന രീതിയിൽ ഞങ്ങൾ ഇത് കാണിക്കുന്നത്. ഞങ്ങളുടെ ഒരു സ്വയം രക്ഷ മാത്രമാണിത്.